നല്ല സൂപ്പർ വ്യൂ കേട്ടോ ഇതിൻ്റെ മണ്ടേ കയറിയപ്പോൾ ആ മുകളിൽ ആ മലയും ആ ഒരു കോടയൊക്കെ കണ്ടില്ലേ. ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിറങ്ങാൻ. നമുക്ക് ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടും. ബസ് വരുന്നുണ്ട്. ടൗൺ ട്രെയിൻ ബസ് ഫുള്ള് ആളാണല്ലോ ഇവിടെ. ട്രെയിൻ വന്ന സമയമായതുകൊണ്ട് ബസ് ഫുള്ള് ആൾ കേട്ടോ. ഇന്ന് പോകണം, പിന്നെ അപ്പുറം വരെ പോയാൽ പോലും ജംഗ്ഷനൊന്നും കിട്ടിയില്ല, കൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഈ ട്രെയിൻ പോയി തീരുമ്പോൾ നോക്കിക്കോണേ ബേക്കിൽ ആ മലയുടെ വ്യൂ സൂപ്പർ അല്ലേ. ട്രെയിൻ പോയപ്പോൾ ഉള്ള ഈ ഒരു ക്ഷേത്രത്തിലെത്തിയാൽ കണ്ടില്ലേ നല്ലൊരു വൈബാണ്. നമുക്ക് നല്ല സൈലൻസും കാറ്റൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാം. പിന്നെ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേക പ്രസാദമൊക്കെ കിട്ടും. ലഡു, വട, ആ ഒരു അൽബൂരി ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. നമ്മൾ വേറെ എവിടെയൊക്കെ പോയി അൽബൂരി കഴിച്ചാൽ ഇവിടുത്തെ അത്ര വരില്ല. സൂപ്പറായി ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. എന്തായാലും നല്ലൊരു യാത്രാവിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മളിന്നൊരു യാത്രയിലാണ്. കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജിൽ പോവുകയാണ്. ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ നാഗർകോവിൽ ടൗണിലാണ് നിൽക്കുന്നത്. ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ആദ്യം നമ്മൾ പോകുന്നത് സുചീന്ദ്രത്തോട്ടാണ്. അപ്പം സുചീന്ദ്രത്ത് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് അവിടെ നിന്ന് നമ്മൾ കന്യാകുമാരി പോകും. നമ്മൾ വന്നതെന്ന് വെച്ചാൽ കൊല്ലത്ത് പരവൂരിന്ന് നമ്മുടെ ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിലാണ് വന്നത്. അത് അവിടെ നിന്ന് രാവിലെ ഒരു 4 മണിക്ക് നമുക്ക് പരവൂരിന്ന് സ്റ്റാർട്ട് ചെയ്യും. എത്തിയപ്പം 7:30 ലേറ്റായി പോയി. 6:30 എത്താനുള്ളതാണ്. പിടിച്ചിട്ട് ഒരു പാളേ ഉള്ളൂ നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നാഗർകോവിൽ ഏരിയയിലുണ്ട്. അപ്പം നമ്മൾ നാഗർകോവിൽ ടൗണിൽ ഒരു 7:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങി ബസ്സിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സുചീന്ദ്രത്തോട്ടൊന്ന് പോകണം. അവിടെ നിന്ന് നേരെ കന്യാകുമാരി. നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് പോയി ജംഗ്ഷനിലോട്ട് പോകുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. ബസ് കിട്ടുമോ, ഇനി അഥവാ നടന്നു പോകണോ ഓട്ടോയിൽ പോകണോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടെ. ആദ്യമായിട്ട് വരുവാണ്. കമോൺ, നമുക്കൊന്ന് ചോദിക്കാം പുറത്തിറങ്ങി. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ പുറകിലോട്ട് നിങ്ങൾ കണ്ടു കാണും. കിടിലം മലയും നല്ല സൂപ്പർ കാഴ്ചയും നല്ല വ്യൂ ആണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ തൊട്ട് ഒരു പ്രത്യേക കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എന്റെ മുടിയും കിടന്ന് പറക്കുന്ന നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി വേണം അപ്പുറത്തോട്ട് പോകാനുള്ളത്. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. താളം കിടക്കുന്നുണ്ട്, വളങ്ങി അവിടെ നിന്ന് ഒരു കയറ്റം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല വ്യൂ കേട്ടോ ഇതിന്റെ മണ്ടേ കയറിയപ്പോൾ. നമ്മളിപ്പം പാളം ക്രോസ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല വ്യൂ. അപ്പം അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങും. നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. ബസ് കിട്ടുമെങ്കിൽ ബസ്സിൽ പോവാം അല്ലേ. നമുക്ക് ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടും. ബസ് വരുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി ഇവിടെ നിന്ന് ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് സുചീന്ദ്രോ കന്യാകുമാരി എങ്ങോട്ട് പോകാനെന്ന് വെച്ചാൽ ബസ്സുണ്ട്. അപ്പം നമ്മൾ നടക്കണ്ട, ആട്ടോ പിടിക്കണ്ട. ആ ബസ്സൊന്ന് പിടിച്ചു നോക്കട്ടെ. ബസ്സിൽ കയറാം. ടൗൺ ട്രെയിൻ ബസ് ഫുള്ള് ആളാണല്ലോ ഇവിടെ. ഇങ്ങനെ തമിഴ് പാട്ടൊക്കെ കേട്ട് ഈ ഒരു ബസ്സിൽ തമിഴ്നാടൊക്കെ കണ്ടുള്ള ഒരു യാത്ര, അതൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഓട്ടോയിൽ പോയാൽ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. ഇവിടെ നിന്ന് ടിക്കറ്റ് ചാർജ് ഒരു 15 രൂപ അത്രേ വരുള്ളൂ. പിന്നെ നമ്മുടെ സാധാ ഓർഡിനറി ആണെങ്കിൽ അതിനും താഴെ വരുള്ളൂ. ഇപ്പോൾ ഓരോ ബസ്സിനും ഓരോരോ റേറ്റുകളാണ്, കണ്ടില്ലേ. പക്ഷേ നല്ല സൗകര്യമൊക്കെ ഉള്ള ബസ്സാണ്. അങ്ങനെ ഈ ബസ്സിൽ കയറി നമ്മൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറി സുചീന്ദ്രം. അങ്ങനെ നമ്മൾ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇവിടം വരെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്ന 15 രൂപയാണ് ഒരാൾക്ക്. ബസ്സിൽ കയറി ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡ് വരെ ഇറങ്ങുന്നതിന്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പേരെന്ന് പറയുന്നത് വടശ്ശേരി ബസ് സ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നാഗർകോവിൽ ടൗണിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ വടശ്ശേരി ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് നമുക്ക് അടുത്ത ബസ്സിൽ കയറിയിട്ട് കന്യാകുമാരി റൂട്ടിലുള്ള സുചീന്ദ്രം. കന്യാകുമാരി പോകണമെങ്കിലും പോവാം. അതിന് ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു സുചീന്ദ്രം വരുന്നത്. നമ്മൾ സുചീന്ദ്രത്ത് ഇറങ്ങി അവിടുത്തെ കാഴ്ച കണ്ടിട്ട് കന്യാകുമാരിയിലോട്ട് പോകും. ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് കാഴ്ചയൊക്കെ കാണിച്ചു തരാം. ഇനി ഇവിടെ നിന്ന് ആ സുചീന്ദ്രം പോണ ബസ് നമുക്ക് കണ്ടുപിടിക്കണം. വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. നമ്മൾ ഇവിടെ നിന്നൊരു മാസ്കും കൂടി വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ചായക്കടയും സംഭവമൊക്കെ കൊള്ളാം. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 3 ടെർമിനലുണ്ട്, കണ്ടില്ലേ. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓരോ സെക്ഷൻ ടെർമിനലുണ്ട്. 3, 4 ടെർമിനൽ വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയ്ക്ക് ആൾക്കാർക്ക് കപ്പാസിറ്റി ഉള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. പിന്നെ ഇവിടുത്തെ ഒരു വൃത്തി എടുത്ത് പറയേണ്ട കാര്യമാണ്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഈ ഒരു പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു ചപ്പോ ചവറോ അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല. നല്ല വൃത്തിയാണ് കേട്ടോ. ഇവിടെ ഇത്രയും ബസ് കിടപ്പുണ്ട്. ഇതൊക്കെ എല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഏരിയ ഉള്ളതെല്ലാം കന്യാകുമാരി തന്നെ തോന്നുന്നു പോകുന്നത്. ഇതും കന്യാകുമാരി ബസ്സായിരുന്നു. ചോദിച്ചു നോക്കാം. ഈ കയറുവാണ്. കയറി
ഇത് സുചീന്ദ്രം ബസ്സാണ്. ഇവിടുത്തെ ബസ്സുകളെന്ന് പറയുന്ന ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിൽ ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ നാട്ടിലത്തെ, അത് കണക്കത്തെ സീറ്റുകളൊക്കെയാണ്. 3 സീറ്റൊക്കെ ഉള്ള ഒരുപാട് സീറ്റുണ്ട്. അപ്പം നിന്ന് പോകാനായിട്ട് സ്പേസ് കുറവായിരിക്കും. സീറ്റ് കിട്ടിയാൽ അടിപൊളിയായിട്ട് നമുക്ക് സ്ഥലമൊക്കെ കണ്ട് യാത്ര ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് ബസ് എടുത്തു. ഇനി കുറച്ച് സമയത്തെ യാത്രയുള്ളൂ, ഒരു 10-15 മിനിറ്റ്. അതുകൊണ്ട് നമ്മൾ സുചീന്ദ്രം എത്തും. അങ്ങനെ തമിഴ്നാടിൻ്റെ ഗ്രാമീണ കാഴ്ചകളും എല്ലാം കണ്ട് നമ്മളിങ്ങനെ യാത്രയായി. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. നമ്മൾ ഓട്ടോയിലൊന്നും പോയാൽ ഇങ്ങനെ ഈ ഒരു ഫീല് കിട്ടത്തില്ല. നമ്മളിങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് ഒരു ലൈറ്റ് തമിഴ് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്നൊരു ഫീൽ എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന അതേപോലത്തെ നാടൻ ഫീല് ഇവിടെ കിട്ടും. ഒരു നാടൻ തമിഴ്നാട് ഫീൽ. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേറൊരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കയറി കേട്ടോ. അപ്പോൾ 2 ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ. അപ്പോൾ വേറൊരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഇപ്പം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നും കൂടി കുറച്ചാളെ എടുത്തുകൊണ്ട് പോകും അങ്ങോട്ട്. ഇനി കുറച്ച് സമയത്തെ യാത്ര മാത്രം, നമ്മൾ സുചീന്ദ്രം എത്തും. പിന്നെ നമ്മളെ കൊണ്ടാക്കിയ ബസ് പോയി. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുചീന്ദ്രം ബസ് സ്റ്റോപ്പിലാണ്. അപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സുചീന്ദ്രം ബസ് ഇറങ്ങുന്ന സ്ഥലം. ഇതാണ് ബസ് സ്റ്റോപ്പ്, സുചീന്ദ്രം ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ആ ഒരു ആർച്ച് കണ്ടോ, ആ ഒരു ആർച്ചിൻ്റെ അകത്തോട്ട് വേണം നമുക്ക് പോകാനുള്ളത്. നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 200 മീറ്റർ അത്രേ വരൂ. അപ്പം ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ, ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു എന്തോ ഒരു 6 ഒഴുകി പോകുന്നുണ്ട് കണ്ടോ. സംഭവം കൊള്ളാം കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വന്നപ്പം തൊട്ട്, ഒരു പ്രത്യേകതരം കാറ്റാണ്. പിന്നെ എപ്പോഴും ബസ്സുണ്ട്, ബസ് സൗകര്യമുണ്ട്, വന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരുപാട് ബസ്സുകളുണ്ട്. തമിഴ്നാട് KSRTCയുടെ, KSRTCയിൽ എപ്പോഴും നമുക്ക് അതേ വായു വരത്തുള്ളൂ, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള പ്രധാന വാതിൽ. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ബസ്സൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ നിന്ന് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എപ്പോഴും നല്ല സൗകര്യമുണ്ട്. കണ്ടില്ലേ, നാഗർകോവിലിൽ നിന്ന് നമുക്ക് ഈ സുചീന്ദ്രം വരെ 10 രൂപയാണ്, 2 പേർക്ക് 20 രൂപ. അപ്പം നമ്മൾ 2 പേരുള്ളതുകൊണ്ട് 20 രൂപ. ഇതാണ് ടിക്കറ്റ്. കണ്ടില്ലേ, അപ്പം യാത്രയൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ വന്ന ടിക്കറ്റ് കാണിച്ചു തന്നില്ലേ. അപ്പം ഈ ഒരു മെയിൻ ബസ് സ്റ്റാൻഡിലോട്ട് നമുക്ക് വരാനായിട്ട് ഒരു 15 രൂപയായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 10 രൂപ. അത് നാഗർകോവിൽ ടൗണിലാണെങ്കിലേ ഉള്ളൂ ഈ ഒരു വിഷയം. പക്ഷേ നിങ്ങൾ നാഗർകോവിൽ ജംഗ്ഷനിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയമില്ല. ആ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചൊന്ന് നടക്കുമ്പോൾ ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു ബസ്സിൽ കയറിയാൽ മതി, നേരെ ഇങ്ങനെ ഇവിടെ ഇറങ്ങാം. 10 രൂപ ടിക്കറ്റ്. അതിൽ ഇവിടെ നമുക്ക് കണ്ടു തൊഴുതിട്ട് ഒരു ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ കന്യാകുമാരി എത്തും. ഗ്ലാസ് ബ്രിഡ്ജ് കാണും. എന്നിട്ട് അവിടെ നിന്ന് 3:15 ട്രെയിനിൽ കയറി ഒരു 6:30 ആകുമ്പോൾ കൊല്ലം പരവൂരെത്തും. സിമ്പിൾ യാത്ര, ഇത്രയേ ഉള്ളൂ. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 1 ഡേ ട്രിപ്പ് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജും കണ്ട് സുചീന്ദ്രത്തും വന്ന് പോകാൻ പറ്റിയ ഒരു ട്രിപ്പാണ്. പിന്നെ ഈ സുചീന്ദ്രത്ത് ഒരു പ്രത്യേക സംഭവം ഉണ്ടെന്ന് വെച്ചാൽ അൽബൂരി കിട്ടും. ഇവിടുത്തെ ഒരു അൽബൂരി, അതൊരു നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ അൽബൂരി, ഞാൻ കഴിക്കത്തില്ല. പക്ഷേ ഇവിടുത്തത് നല്ല അടിപൊളി സാധനമാണെന്നാണ് പറയുന്നത്. ഈ അമ്പലത്തിൽ ഓരോ അമ്പലത്തിനും ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ. ഈ അമ്പലത്തിന് ഈ സാധനമാണ് ഈ ഒരു അൽബൂരി, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അതും വാങ്ങാം, കഴിച്ചു നോക്കാം, ടേസ്റ്റ് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ 2 എപ്പിസോഡായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കയറുന്നത്. നമ്മൾ സുചീന്ദ്രവും അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി. നമ്മൾ സുചീന്ദ്രം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. കണ്ടില്ലേ, നമ്മൾ സുചീന്ദ്രം അമ്പലത്തിലോട്ട് വരുമ്പം തന്നെ ഇങ്ങനെ സൈഡിൽ മൊത്തം കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ക്ഷേത്രത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു കുളമുണ്ട്. ക്ഷേത്രക്കുളമായിരിക്കും. ഇപ്പം മിക്കവാറും നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഒരു ക്ഷേത്രക്കുളം കാണൂല. ആ ഒരു ക്ഷേത്രത്തിൽ ആ ഒരു ഗോപുരം കണ്ടില്ലേ, അടിപൊളിയില്ലേ. അപ്പം വലിയ തിരക്കില്ല. അതോ അവിടെയൊക്കെ പൂവൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കുളത്തിൻ്റെ വ്യൂ ഇതാ ഇങ്ങോട്ടൊക്കെ വന്ന് നിന്നാൽ നല്ലോണം കാണാൻ പറ്റും. അവിടെ നിന്ന് സൺലൈറ്റ് ഇങ്ങോട്ട് അടിക്കുവാണ്. പൂജയ്ക്കുള്ള പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം. അടിപൊളി വ്യൂ, കൊള്ളാമല്ലേ. ഗോപുരം നോക്കി, എന്ത് വലുതെന്ന് നോക്കി അമ്പലത്തിൻ്റെ. അവിടെ അമ്പലം എത്തുന്നതിന് മുമ്പ് ഇങ്ങോട്ട് സൈഡിലോട്ട് കയറി ഇവിടെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഉണ്ടല്ലേ, ഇവിടെ ഒരു ടെമ്പിളാണ്. പേരറിയാൻ വയ്യ, തമിഴിലാണ് എഴുതിയിരിക്കും. ഉണ്ടല്ലേ, ഇതാണ് ക്ഷേത്രം. സംഭവം കുളമാണ് കേട്ടോ. വേണമെങ്കിൽ ഇതുവഴിയൊക്കെ ഇറങ്ങാം, പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെയൊക്കെ പല സ്ഥലത്തും ഇറങ്ങാൻ വാതിലുകളുണ്ട്.
കണ്ടല്ലേ, അവിടെയൊക്കെ ഇച്ചിരി ഇടുങ്ങി പൊളിങ്ങി കിടക്കുവാണെന്ന് തോന്നുന്നു. ആ ഒരു ഗോപുരമൊക്കെ കണ്ട കറക്റ്റ് ഇതിൻ്റെ മധ്യത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആരെ തുണിയൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഒന്നുമില്ല, നമുക്ക് അകത്ത് കയറി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അകത്ത് എനിക്ക് തോന്നുന്നു ഷൂട്ടിങ് ചെയ്യാൻ പറ്റുമോ എന്തോ. ആ ഗോപുരം ഏതായാലും കൊള്ളാമല്ലേ. വണ്ടിയിലൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോവാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു സുചീന്ദ്രം ടെമ്പിള്. നല്ല മാങ്ങയില്ലേ, കൊച്ചു മാങ്ങ ഇല്ലേ, പഴുത്ത മാങ്ങയത് കൊള്ളാമല്ലേ, കാണാൻ നല്ല രസമുണ്ട്. വട്ടിയുണ്ട്. തമിഴ്നാട് സ്പെഷ്യൽ കരിപ്പോട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ദർശനത്തിൻ്റെ അങ്ങോട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ വട, ഹനുമാന് നേദിക്കുന്ന വടയാണ്. ഇങ്ങനത്തെ വട നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇത് ഇവിടുത്തെ ഒരു പ്രസാദമാണ്, ഹനുമാൻ്റെ വട. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പക്കാ വടയുടെയൊക്കെ വേറൊരു ടേസ്റ്റ്. നമ്മൾ തൊഴുതിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർ വരികയായിരിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരും കൊണ്ടുവന്ന് ഇങ്ങനെ പ്രസാദം ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കും. നമ്മളങ്ങ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു രസമാണ്. നല്ല തണുത്ത കാറ്റും നല്ല അന്തരീക്ഷവും അടിപൊളിയായിരുന്നു. നല്ലൊരു പീസ്ഫുൾ പ്ലേസ് അങ്ങനെ പറയാം. അത് കണ്ടില്ലേ, അത് പ്രസാദ കൗണ്ടറാണ്. അവിടെ ചെന്ന് നമുക്ക് പ്രസാദം വാങ്ങാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അൽബൂരി ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ എനിക്ക് അൽബൂരി ഭയങ്കര ഇഷ്ടമാണ്. അൽബൂരി, വടയുണ്ട്. വടയെന്ന് പറയുന്നത് നമ്മുടെ ഹനുമാന് നേദിക്കുന്ന വട. പിന്നെ അല്ലാതെ മുറുക്ക് പോലൊരു വലിയ സാധനം കണ്ടില്ല, ഒരു വെളുത്തിരിക്കുന്ന കണ്ടില്ല ഒരു ബോക്സിൻ്റെ അകത്ത്, ആ മുറുക്കുണ്ട്. ലഡുവുണ്ട്. അപ്പം ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നും പറഞ്ഞ് ഒരു കോംബോ ഉണ്ട് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു ഇത് പ്രസാദം. ആ ഒരു ബോക്സിലുള്ള പ്രസാദത്തിന് 100 രൂപയും. പിന്നെ അല്ലാതെ ഈ അൽബൂരി നമുക്ക് അല്ല പൈസ കൊടുത്ത് എക്സ്ട്രാ വാങ്ങാൻ പറ്റും. അതിനൊരു 10 രൂപ കൊടുത്ത ഈ അൽബൂരി അല്ലാതെ ഈ വട അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് 10 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റും. ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഒരു നല്ല അന്തരീക്ഷമാണ് കേട്ടോ. മൊത്തം പാറ വെച്ചല്ലേ കെട്ടിയിരിക്കുന്നത്. പ്രസാദമൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച ആൾക്കാർ ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ നിൽക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ പ്രസാദം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് അൽബൂരിയാണ്. പിന്നെ ലഡുവും സൂപ്പർ. നമ്മളെ തിരുപ്പതി ലഡു കണക്ക് വലിയ ലഡുവാണ്. ലഡുവിൻ്റെ വില 50 രൂപയാണ്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വാങ്ങാം. ഹനുമാൻ്റെ പ്രസാദം, ശിവഭഗവാന്റെ പ്രസാദം, ബ്രഹ്മ വിഷ്ണു ശിവൻ അങ്ങനെ ഒരു കോംബോ ആയിട്ടുള്ള പ്രസാദം എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ആരെ പ്രസാദമാണ്? ശിവന്റെ. ഇത് ആഞ്ജനേയർ. അപ്പൊ ആഞ്ജനേയർ ലട്ട്, ഇത് ഗണപതി ലട്ട്, അത് ബ്രഹ്മ വിഷ്ണു ശിവൻ ലട്ട് മുറുക്ക് അപ്പം ചേർന്നിരിക്കുന്നു. അപ്പം ഇത് 9 എണ്ണം, ഇതിൽ നിന്ന് ഒരെണ്ണം, ടോട്ടൽ 100 രൂപയ്ക്ക് കിട്ടും. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശുചീന്ദ്രം ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഞാനിപ്പോൾ അകത്ത് കയറി തൊഴുതിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അകത്ത് നമുക്ക് ഷൂട്ടിംഗ് അനുവദിക്കത്തില്ല. എന്ന് വെച്ചാൽ മൊബൈൽ ക്യാമറ അങ്ങനെയുള്ളത് വെച്ചാൽ അടിയിൽ അതിൻ്റെ അകത്തായിട്ട് വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറത്ത് നിന്ന് ചെയ്യുന്നത്. പിന്നെ അകത്തെ കാഴ്ചകൾ ഞാൻ പറഞ്ഞുതരാം. ഈ കൊത്തുപണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ഒരു ശുചീന്ദ്രം ടെമ്പിള്. ഹനുമാനുണ്ട്, ഇവിടെ മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു ക്ഷേത്രമാണ് ശുചീന്ദ്രം ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇതിന് സൈഡിലായിട്ട് അവിടെ ഒരു കുളമുണ്ട്, നമ്മൾ വന്നപ്പം കണ്ട ഒരു കുളം. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പിളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വലിയൊരു രഥം കിടപ്പുണ്ട്. കണ്ടില്ലേ ആ ഒരു രഥം? ആ രഥത്തിൻ്റെ ആ ഒരു ടയറും കാര്യങ്ങളൊക്കെ നോക്കി, എന്നാ വലിപ്പവും നോക്കി. ഞാൻ ഇത്രയും വലിയൊരു രഥം ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം ചിലപ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ഇത് ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ്, നമ്മുടെ ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് അകത്തോട്ട് കയറി നേരെ ചെല്ലുമ്പോൾ നമുക്ക് ഹനുമാന് വെറ്റമാലയൊക്കെ വാങ്ങാം. വെറ്റമാലയുടെ റേറ്റ് എന്നൊക്കെ പറയുന്നത് 400 രൂപയാണ് പകുതി. ഫുള്ള് മാല എന്ന് വെച്ചാൽ ഹനുമാന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം അത്രയും ഹൈറ്റിനുള്ള മാല വാങ്ങിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇടണമെങ്കിൽ 800 രൂപയാവും. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം പുറത്തുനിന്ന് ഹിന്ദിക്കാരടക്കം ആൾക്കാരകത്തുണ്ട്. പിന്നെ അൽബൂരി, ലഡു, അങ്ങനെയൊക്കെ വട, അങ്ങനെയൊക്കെ പ്രസാദങ്ങളുണ്ട്. ഹനുമാൻ്റെ സ്പെഷ്യലായിട്ടൊരു വടയുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ആചാരങ്ങളുണ്ട്. കുറേ പേര് കല്യാണം കഴിച്ച് മാലയൊക്കെ ഇട്ടിറങ്ങി വരുന്ന ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചതല്ല, ഇവിടെ വന്നിട്ട് കല്യാണം കഴിച്ചവർ തന്നെ പിന്നെയും കഴിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ
ഒരു സംഭവം ഉണ്ട് അകത്ത്. അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. പിന്നെ അവർ വന്നിട്ട് മധുരം കൊടുക്കുന്ന കാഴ്ചകൾ അതെല്ലാം കണ്ടു. വളരെ നല്ലൊരു രസമായിരുന്നു അകത്തുള്ള കാഴ്ചകളും എല്ലാം. ഈ കാഴ്ചയൊക്കെ അടിപൊളി കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനത്തെ ബൈക്കാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലൂണ പോലത്തെ വണ്ടികൾ. അത് ഒരുപാടുണ്ട്. അതിന് നല്ല മൈലേജും അല്ലേ അല്ലേ? പമ്പരമൊക്കെ ഇരിക്കുന്നുണ്ട. ഇതുപോലത്തെ നാടൻ കരിപ്പോട്ടി അതും ഇതുമൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ല, ഈ അമ്മ ഇരുന്നൊരു സഞ്ചി നെയ്യുന്നുണ്ടോ? അങ്ങനത്തെ ആ സഞ്ചി നല്ല കട്ടിയുള്ള സഞ്ചിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് നെയ്യുവാണ്. അപ്പോൾ ഒരുപാട് വർഷം, ലാസ്റ്റ് 5 വർഷത്തിൽ കൂടുതലിരിക്കുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും സ്ട്രോങ് സഞ്ചിയാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, 230 രൂപ അല്ലേ? ഒരു കുട്ട 230 രൂപയാണേ. സംഭവം ഈ അമ്മ കൈവച്ച് ഉണ്ടാക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പൊ അമ്മ പറയുന്നത് വെച്ചാൽ 150 രൂപ ഇത്. പിന്നെ ബാക്കി അമ്മ നെയ്തുണ്ടാക്കുന്നതിന്റെ കൂലിയാണ്. അത് വെച്ചിട്ട് നെയ്തുണ്ടാക്കേണ്ടത്. ഇത് നല്ല ജോലിയുള്ള കാര്യമാണ്. കണ്ടില്ലേ, ഇങ്ങനെ ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ളതാണ്. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. അപ്പം നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുന്നെങ്കിൽ ഇവിടുന്ന് അമ്മയുടെ ഈ ഒരു കുട്ടേ വട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം. 20 വർഷം കിടിലമായിട്ട് ഇരിക്കുമെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. 20 വർഷം ഇരിക്കുമല്ലേ? അമ്മയുടെ വീട്ടിൽ 25 വർഷമായതും ഇരിപ്പുണ്ടെന്ന്. സംഭവം ഏതായാലും കൊള്ളാം. നമുക്ക് ഇനി അങ്ങോരെ പോകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനും. നമുക്ക് ഇനി കന്യാകുമാരിയിലും കൂടി പോകണം. അത് നെയ്യുന്ന കണ്ടോ, ആ ഒരു സ്റ്റൈലുണ്ട്. അത് നല്ല ഒരു സ്പീഡിനാണ് അമ്മ നെയ്യുന്നത്. അത് അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 250 ഇപ്പോൾ 230 കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കച്ചവടക്കാരാണ്. അമ്മ നല്ലോണം ഇത് നെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 20 വർഷം കിട്ടിലുമായിട്ടിരിക്കും. നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി. നമുക്ക് എത്രയും ദൂരം പോകണം, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയായിരുന്നു. കോട്ടയമ്മ മാങ്ങയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല കാറ്റ്, കുട വരെ പറന്നു പോകാനുള്ള കാറ്റ്. പറന്നു പോലെ. പിന്നെ ക്ഷേത്രത്തിന്റെ ഈ ഒരു ഭാഗം അടിപൊളിയില്ല. നമുക്ക് ഇങ്ങനെ കറങ്ങി ഒന്ന് വന്നാൽ അമ്പലത്തിന്റെ ചുറ്റുമതിലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ നിന്ന് അങ്ങേ അറ്റം പോയ അമ്പലത്തിന്റെ ഒരു കിടിലം ഷോട്ട് കിട്ടും. ഈ ഒരു വഴിയുണ്ട. ഇനി നമുക്ക് ഇതുവഴി കറങ്ങി ആ കുളത്തിന്റെ അങ്ങേ അറ്റം പോയിട്ട് അമ്പലത്തിന്റെ ഒരു വൈഡ് ലുക്ക് നമുക്കൊന്ന് എടുക്കാം. ഏതാ ഒരു വലിയ ആനയുടെ ഫ്ലെക്സ് കേട്ടോ. ഇവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടക്കുവാണ്. കണ്ടില്ലേ, കുളത്തിലൊക്കെ ഇറങ്ങി ഇവിടെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കാറുണ്ട് കേട്ടോ. കല്യാണത്തിന് മുമ്പേ ഉള്ള സേവ് ദ ഡേറ്റും പരിപാടിയൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. കണ്ടില്ലേ, അവർ ഷൂട്ടിംഗ് സെറ്റപ്പൊക്കെ നോക്കുക. അതൊരു അപാരമായ കാറ്റ് കേട്ടോ. നമ്മുടെ ലൈവ് ഓഡിയോയിലൊക്കെ കാറ്റടിച്ച് അതിൻ്റെ ഒരു ബഹളമാണ് അല്ലേ. അവരൊക്കെ പിടിച്ച് സാധനമൊക്കെ പറന്നു പോകാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു, നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് ഈ തമിഴ്നാട്ടിലോട്ട് വരുമ്പം ഇച്ചിരി കാറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കിയാൽ അവരെ ഷൂട്ടിങ് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരുപാട് ക്യാമറമാരും സെറ്റപ്പും ഒക്കെ ആയിട്ട് നല്ല ആംബിയൻസ്. ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് ഞാൻ വല്ലതും പറഞ്ഞാൽ ഫുള്ള് നോയി. അങ്ങോട്ട് പോകാം. ബസ് സ്റ്റോപ്പ് ഇത്ര അടുത്താണ്. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. നമുക്ക് ഈ കുളത്തിന്റെ അവിടെ പോയിട്ട് ക്ഷേത്രത്തിന്റെ ഒരു കിടിലം വ്യൂ ഒന്ന് കിട്ടും. അതൊന്ന് നോക്കാം. പിന്നെ അവിടെ ഞാൻ നോയിസ് ആയതുകൊണ്ടാണ് അവിടെ വെച്ച് വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കയറുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടി തൊഴുത് ഇറങ്ങി വരാനായിട്ട് നിൽക്കരുത്. അകത്ത് പോയി ഇരിക്കണം അല്ലേ. കുറച്ച് നേരം ഇരുന്ന് ഒരു പോസിറ്റീവ് മൈൻഡ് ആയിട്ട് അകത്തിരിക്കണം. അടിപൊളിയാണ്. ഇവിടെ വെട്ടമില്ല, ഇങ്ങനെയാണ് വെട്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്ത് നിന്ന് കുറച്ച് നേരം ഇരുന്ന് ആ ഹനുമാൻ്റെ മുമ്പേയൊക്കെ പോയി ഒന്ന് ഇരുന്ന് തൊഴുത് ഒരു പ്രത്യേക ഒരു വൈബാണ്, ഒരു പോസിറ്റീവ് എനർജി. ഈ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യവും ഇതൊക്കെ പറയുമ്പം ചിലർ ഇതിനെതിരായിരിക്കാം. പക്ഷേ എങ്കിലും ഞാൻ പറയുവാണ്, ഇതിൻ്റെ അകത്ത് ഇത് മാത്രമല്ല, ഒരു പ്രത്യേക പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ശുചീന്ദ്രം ടെമ്പിൾ എന്ന് പറയുന്നത്. അകത്ത് കയറി നമ്മൾ നല്ലൊരു ടെൻഷനുമായിട്ടാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ള് കറങ്ങി തൊഴുത് നമ്മൾ ഹനുമാൻ്റെ മുമ്പ് എത്തി അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലമുണ്ട്.
ഇപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് ഈ 4 സൈഡിൽ നിന്ന് കാറ്റൊക്കെ അടിച്ച് അടിപൊളി കാറ്റാണ് കേട്ടോ. ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒരു വേറൊരു മൈൻഡിൽ നമ്മളെത്തും. ഈ റിലാക്സ് ആയിട്ട് നല്ല ഒരു ഇത് കിട്ടും നമുക്ക്, മൈൻഡിനൊരു റിഫ്രഷ്മെൻറ്റ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തുവാണ്, അത് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതിൽ ഭയങ്കര വിഷമം. നല്ല കാഴ്ച അടിപൊളിയായിരുന്നു. പിന്നെ സപ്തസ്വരങ്ങൾ, അതിനെപ്പറ്റി ഞാൻ പറയാൻ മറന്നു. ഈ സപ്തസ്വരങ്ങൾ ഒരു തൂണുണ്ട്, അതിലിങ്ങനെ തട്ടുമ്പോൾ സപ്തസ്വരം കേൾക്കും. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അകത്തുണ്ട്. പിന്നെ നമ്മൾ അകത്തിരിക്കുമ്പം, ക്ഷേത്രത്തിൻ്റെ അകത്തിരിക്കുമ്പം ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഈ കുറേ പേര് കല്യാണമൊക്കെ കഴിച്ചിറങ്ങി വരുന്നതായിട്ടൊക്കെ കാണാം. അതെന്തോ നേർച്ചയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നി. 2-3 പേര് വന്ന് അവരിങ്ങനെ പ്രസാദമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോഴവിടെ ഇരിക്കുന്നവർക്കൊക്കെ ആ പ്രസാദം കൊടുക്കും. അപ്പം നമ്മൾ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പ്രസാദം കഴിച്ചുകൊണ്ട് ഇരിക്കാം. പ്രസാദം എന്ന് പറയുന്ന വട, ഹനുമാൻ്റെ ഒരു പ്രത്യേക ഒരു വടയുണ്ട്. നമ്മൾ അവിടെ കിട്ടുന്ന കണക്കുള്ള ഉഴുന്ന വടയല്ല, ഇത് വേറൊരു വട. ആ വട, ലഡു, അൽബൂരി കിടിലം. ഇവിടുത്തെ സ്പെഷ്യലാണ് അൽബൂരി എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിച്ചു നോക്കി അകത്ത് വെച്ചിട്ട്. എന്തൊരു ടേസ്റ്റ്! ഇത്രയും ടേസ്റ്റ് ഞാൻ അൽബൂരി വേറെ കഴിച്ചിട്ടില്ല കേട്ടോ. പഴയ പേപ്പർ, പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ പോണ വണ്ടിയുടെ സൗണ്ടാണ് നമ്മളിപ്പം കേട്ടത്. നമ്മളൊരു നാട്ടിൻ പുറത്ത് എത്തിയ ഒരു പഴയ കാലഘട്ടത്ത് എത്തിയ ഒരു ഫീലുണ്ട് കേട്ടോ ഇവിടെ. ഒരു പഴയ കാലഘട്ടത്തെ വീട് കണ്ടില്ലേ, ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ കണ്ടോ. നമ്മളെ പണ്ടൊക്കെ ഉള്ള മോഡൽ വീട് കൂട്ടിയിട്ടിരിക്കുകയാണ് തോന്നുന്നു കേട്ടോ, ആരുമില്ല. പിന്നെ നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ലുക്ക് പിടിക്കാനായി. ഇതിൻ്റെ ഈ കുളത്തിൻ്റെ അവിടെ പോകുമ്പോൾ ഒരു കിടിലൻ ലുക്ക് കിട്ടും. അപ്പോൾ 5-6 ക്ലിക്ക് അവിടെ പോയി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്, ഇപ്പം 10:10 ഇനി നേരെ കന്യാകുമാരി വിടണം. കന്യാകുമാരി ഒരു 11-11:30 കന്യാകുമാരി എത്തി അവിടെ നിന്ന് ഒരു 3:15 ട്രെയിനിൽ തിരിക്കണം നമ്മുടെ കൊല്ലത്തോട്ട്. ഇതെല്ലാം ഇവിടുത്തെ വീടുകളാണ് കേട്ടോ, കണ്ടില്ലേ. രാവിലെ കോലമൊക്കെ വരയ്ക്കുന്നതിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട്, കണ്ട്. എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും കോലം വരച്ചിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് കൽപ്പാത്തിയിലൊക്കെ ചെല്ലുന്ന ഒരു ഫീല് അല്ലേ, കൊള്ളാമല്ലേ. ഈ വീട് എങ്ങനെയുണ്ട്, പിറകെയുള്ള വീട്? ഇരിക്കാനൊക്കെ നമ്മുടെ നൻപകൽ നേരത്ത് മയക്കം സിനിമയിൽ മമ്മൂട്ടി ഒരു വീട്ടിലൊക്കെ ചെന്നിരിക്കൂലേ, അതേ ആ ഒരു വീടിൻ്റെ ലുക്കുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള വീടുകളെല്ലാം അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ ഒരു കൽപ്പാത്തി തെരുവിലൂടെ നടന്ന് വന്ന കണക്കുണ്ട്. പാലക്കാട് എത്തിയ ഒരു ഫീലില്ല. എന്തോ ലുക്കെന്ന് നോക്കിയേ, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പുറക് സൈഡിൽ, കുളത്തിൻ്റെ പുറക് സൈഡിലെത്തിയപ്പോൾ ഉള്ള ലുക്കാണ്. ആ ഒരു മല കണ്ടോ, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മലയും ആ ക്ഷേത്രവും കുളമൊക്കെ ആയിട്ട് ഒരു കിടിലം വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി, സൂപ്പറല്ലേ. ഈ ഒരു ചെറിയ വീടിൻ്റെ ജനൽ ഒരു കിളിവാതിൽ പോലെ ഒരു സെറ്റപ്പ് കണ്ടോ, കൊള്ളാമല്ലേ. അങ്ങനെ നമ്മൾ സുചീന്ദ്രത്തു നിന്ന് തിരിക്കാൻ പോവുകയാണ്. ഇനി നേരെ നമ്മൾ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജും അതുമൊക്കെ ഒന്ന് കാണണം, അവിടെ പോയി ഒന്ന് ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഒരു പരിപാടിയായിട്ട് പോവുകയാണ്. ഇനിയിപ്പം ഇവിടെ നിന്ന് ബസ് കിട്ടും. നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു പോയി അവിടെ നിന്ന് കന്യാകുമാരിക്ക് ബസ്സുണ്ട്, അതിൽ കയറി നേരെ കന്യാകുമാരി. ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് കന്യാകുമാരി പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 13 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഇനി കന്യാകുമാരിയിലേക്കുള്ളത്. 13 കിലോമീറ്റർ ചെന്നാൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാം. ഇപ്പം ഞാൻ സൺസെറ്റ് ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും നിൽക്കുന്നില്ല. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറണം. പിന്നെ അവിടെ നല്ല തിരക്കാണ്, ഭയങ്കര ക്യൂവും സംഭവമൊക്കെ ഉള്ള ഒരു ഇതാണ് നമ്മുടെ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇന്ന് വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് ചിലപ്പം തിരക്കായിരിക്കാം. അത് ഇനിയിപ്പോൾ എന്തരാകുന്നതെന്തോ അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും. ഏതായാലും നമുക്ക് ഇനി പെട്ടെന്ന് കന്യാകുമാരിയിലേക്ക് വിടാം. അവിടെ ബസ്സുകളൊക്കെ ഉണ്ട്, ഓടിപ്പോയി ബസ്സിൽ കയറി നേരെ കന്യാകുമാരി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഈ ബസ്സിൽ കയറി നേരെ കന്യാകുമാരി. 13 കിലോമീറ്ററാണുള്ളത്. നമ്മുടെ ബസ് വരുന്നു. ഇത് കന്യാകുമാരിയാണോ എന്തോ ചോദിക്കട്ടെ കേട്ടോ. കന്യാകുമാരി എഴുതിയിരിക്കുന്നു. ഇപ്പം കയറാം. കന്യാകുമാരി എന്ന് എഴുതിയിരിക്കുന്നു, ചോദിച്ചോളൂ. നമ്പർ 303 വേണം നമ്മൾ കയറാനുള്ളത്. കന്യാകുമാരി പോവാം. കളിക്കാവിള കന്യാകുമാരി. ഇഷ്ടം പോലെ ഉണ്ടല്ലേ, ചേട്ടൻ പറഞ്ഞാൽ അത് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. കളിക്കാവിള കന്യാകുമാരി ബസ്.
കണ്ടില്ലേ, ഇവരെല്ലാം കന്യാകുമാരിയിലാണ്. എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ തൊഴുതിട്ടിറങ്ങി എല്ലാവരും ഇനി കന്യാകുമാരിയാണെന്ന് തോന്നുന്നു. എന്നാൽ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി ഇടി ഉണ്ടാക്കേണ്ടി വരും. നീ ഇടി ഉണ്ടാക്കണം കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി. അപ്പോൾ നമ്പർ 303 ബസ്സിലാണ് നമ്മൾ കയറാനുള്ളത്. അപ്പം കന്യാകുമാരി പോകാൻ ഇവിടെ നിന്ന് നമ്പർ 303 ഒരുപാട് ബസ്സുണ്ടെന്നാണ് പറയുന്നത്. നമ്പർ 303 നോട്ട് ചെയ്ത് വെച്ചോ, ഈ വീഡിയോ സേവ് ചെയ്തിട്ടോ കേട്ടോ, ഉപയോഗപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർ ഈ ബസ്സിൽ ഇറങ്ങി കയറി ഇങ്ങനെയൊക്കെ പോകുന്ന അവർക്ക് പറ്റിയ ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾ സേവ് ചെയ്തിടണം, ഫുള്ള് കാണാൻ വേണം. നമ്പർ 303 ഇത് ഒരു പുണ്ണാക്കും എഴുതിയിട്ടില്ലല്ലേ ഇടേ നമ്പർ 1K. ഇതും പോകുമായിരിക്കും, പക്ഷേ തിരക്ക്, ഞാൻ കയറുന്നില്ല. കന്യാകുമാരി കയറിപ്പോട്ടെ, ഞാൻ തിരക്കുള്ള ബസ്സിൽ പോകില്ല. കന്യാകുമാരി ഇതോ എഴുതിയിരിക്കുന്നു പോയി. കന്യാകുമാരി പോണ ബസ് വന്നപ്പം നോക്കി എന്തൊരു തിരക്കെന്ന് നോക്കി, ഫുട്ബോഡി വരെ തിരക്ക്. കന്യാകുമാരി എപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്ത ബസ്സിൽ കയറാനായിട്ട് നിൽക്കുക. ഈ 1K എന്ന് പറയുന്ന ബസ്സും കന്യാകുമാരി പോകും കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, ആദ്യം എൻ്റെ അടുത്തേ ബസ് വരും. കണ്ടില്ലേ, ഇത് ബസ് ഫുള്ളായിട്ട് പടിയിലൊക്കെ വന്നിരിക്കുന്ന കണ്ടില്ലേ അമ്മച്ചി. അടുത്ത ബസ്സിൽ പോവാം. തൂത്തുക്കുടി പടിയിലൊക്കെ ഇരുന്ന് നമ്മളിലെ ട്രെയിനിലൊക്കെ ഇരുന്ന് പോകുന്നതാണ് കൊണ്ടല്ലേ. അമ്മച്ചി അതിലേ കൂടി തലയൊക്കെ ഇട്ട് പോകുന്നത് ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട്. ഇത് കന്യാകുമാരിയാണ് കേട്ടോ, അതോ എഴുതി വെച്ചിരിക്കുന്നു കന്യാകുമാരി എന്ന്. നമ്മുടെ ബസ് വരുന്നു, കന്യാകുമാരി 303 കന്യാകുമാരി. കൂടി കയറണമല്ലോ ഇവിടെ. ബാക്കി കാഴ്ചയൊക്കെ നമുക്ക് കന്യാകുമാരി എത്തിയിട്ട് കാണാം. ടാറ്റാ. This is all you need.